ക്ലാസ് 8ലേക്ക് വരുന്ന പുതിയ മക്കളോട് നിങ്ങൾ ക്ലാസ് 8ലേക്ക് വരുമ്പോൾ അവിടുത്തെ മാത്സ് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ലെറ്റേഴ്സ്, നമ്പറിന് പകരം നമ്മൾ ലെറ്റേഴ്സും അത് യൂസ് ചെയ്തുകൊണ്ടുള്ള കുറേ ഇക്വേഷൻസും പിന്നെ എന്താണ് നമ്മൾ നമ്പറിനെ സ്ക്വയർ ചെയ്യുന്നതും സ്ക്വയറിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 8ലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് സഡൻലി ഒരു ഷിഫ്റ്റ് അവിടെ ഫീൽ ചെയ്യും ക്ലാസ് 7 നിന്ന് 8ലേക്ക് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാത്സ് ഹാർഡറായിട്ട് തോന്നാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളുടെ പ്രശ്നമല്ല, മാത്സിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ഷിഫ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് 8ലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് മാത്സ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ആ ഇഷ്യൂസിനുള്ള കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കാഴ്ചവെക്കുകയാണ്. സോ നമുക്ക് ഫസ്റ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് 7 8ലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഷിഫ്റ്റ് ആകുന്നത്, എന്താണ് ചേഞ്ച് സംഭവിക്കുന്നതെന്നാണ്. അപ്പോൾ ക്ലാസ് 7 നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കാം, നിങ്ങളുടെ ബ്രെയിന് ഒരു ക്ലാസ് 7 പഠിക്കുമ്പോൾ ഒരു ബേസിക് സോഫ്റ്റ്വെയറിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, നിങ്ങളുടെ ബ്രെയിൻ ഒരു സ്മാർട്ട് ഫോൺ ആണെന്നോ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് വിചാരിക്കാം. അതൊരു ബേസിക് സോഫ്റ്റ്വെയറിലാണ് ക്ലാസ് 7 വർക്ക് ചെയ്തിരുന്നത്. ക്ലാസ് 8ലേക്ക് വരുമ്പോൾ ആ സോഫ്റ്റ്വെയറിന് ഒരു മാസീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് വരികയാണ്. കുറച്ചും കൂടി ഹയർ അപ്ഡേറ്റ് വന്നു. ക്ലാസ് 8ലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ മാത്സ് എന്തായിട്ട് മാറുന്നുണ്ട്, കുറച്ചും കൂടെ ടഫറായിട്ട് തോന്നാനൊക്കെ നിങ്ങൾക്ക് അവിടെ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം. സോ എന്താണ് ക്ലാസ് 7 8ലേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള നിങ്ങളുടെ കുറച്ച് പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ടല്ലേ. അപ്പോൾ മീറ്റ് ദ ന്യൂ ബോസസ്, നിങ്ങൾക്ക് കടന്നു വരുന്ന കുറച്ച് ആൾക്കാരാണ്. ഒന്ന് അൾജിബ്രയാണ്. അൾജിബ്രേൻ്റെ ഒക്കെ ബേസിക്സ് നിങ്ങൾ ഓൾറെഡി 7th പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ സ്റ്റിൽ അൾജിബ്രേൻ്റെ കുറച്ച് ഹയർ ലെവലിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് 8ലേക്ക് വരുമ്പോൾ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അൾജിബ്ര യൂസ് ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻസ് നമ്മൾ കാണുന്നുണ്ടല്ലേ. നമ്മൾ ഒരു ലീനിയർ ഇക്വേഷൻ അവിടെ ഉണ്ടാക്കും അൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട്. എക്സും വൈ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഇക്വേഷൻസൊക്കെ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡാറ്റ ആൻഡ് ഗ്രാഫ്സ്, നമ്മൾ ഗ്രാഫും അതിൽ നിന്ന് ഡാറ്റ എടുക്കാനും ഗ്രാഫ് നോക്കി എങ്ങനെ നമ്മൾ കുറച്ച് ഡാറ്റാസ് പറയാമെന്നുള്ളതും, അതേപോലെ കോർഡിനേറ്റ് ജോമെട്രീൻ്റെ ഒക്കെ ബേസിക്സിലേക്കൊക്കെ നമ്മൾ ക്ലാസ് 8ലും 9ലും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതേപോലെ നമ്പറിനെ എങ്ങനെ സ്ക്വയർ ചെയ്യാം, നമ്പറിൻ്റെ സ്ക്വയേഴ്സ് ചെയ്തിട്ട് സ്ക്വയേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ജോമെട്രിയിൽ തന്നെ കുറച്ചും കൂടി ഇതുവരെ നമ്മൾ എന്താണ് വരയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു വന്നതെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ സോളിഡ്സിൻ്റെയും അതേപോലത്തെ പോളിഗൺസിൻ്റെ ഒക്കെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും, അവിടെ ഒരു ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ചൊരു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ക്ലാസ് 7ലും 8ലും എന്താണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ്, നമ്മൾ എങ്ങനെ പഠിത്തത്തിൽ എന്ത് രീതിയിലാണ് ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. 7th നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മേജർലി മെമ്മറൈസിങ് ആയിരുന്നു അല്ലേ. കുറേയൊക്കെ കാര്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്തുകൊണ്ട് തന്നെ പോയാൽ നിങ്ങൾക്ക് എക്സാമിൽ നല്ല അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ മെമ്മറൈസ് ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് സിമ്പിൾ നമ്പേഴ്സും ആൻഡ് കറക്റ്റ് ആൻസേഴ്സൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ ക്ലാസ് 8ലേക്ക് വരുമ്പോൾ നിങ്ങൾ ആ ഒരു മെമ്മറൈസേഷൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം 8ലേക്ക് വരുമ്പോൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, മെമ്മറൈസിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ജസ്റ്റ് കാൽക്കുലേഷൻസിൽ നിന്നൊക്കെ കുറച്ചും കൂടെ കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ കോൺസെപ്റ്റ്സ് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ചിന്തിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. അങ്ങനെ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 8ലേക്ക് വരുമ്പോൾ വരുന്നതായിരിക്കും. സോ മെമ്മറൈസിങ് നിങ്ങളെ ഇവിടെ രക്ഷിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എങ്ങനെയാണ് ഓരോ കോൺസെപ്റ്റും വന്നിട്ടുള്ളതെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കേണ്ട ഒരു ആവശ്യം ക്ലാസ് 8ലുണ്ടെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സോ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് പ്രോബ്ലംസ് സ്റ്റുഡൻസ് ഫേസ് ചെയ്യാൻ പോകുന്നുണ്ട്. അങ്ങനെ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു 3 പ്രോബ്ലംസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ അവർക്ക് ഉണ്ടാകുന്ന ഒരു ഫിയർ ഓഫ് അൾജിബ്ര അല്ലേ. ചില സ്റ്റുഡൻസിനൊക്കെ നമ്മൾ നമ്പേഴ്സ് മാറി ലെറ്റേഴ്സ് ആകുമ്പോഴേക്കും ആകെ ഫിയർ വരും. എക്സ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ എന്താണ് ഈ എക്സ്, എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ആ ഒരു ലെറ്റേഴ്സ് മിക്സ് ആകുമ്പോൾ തന്നെ സ്റ്റുഡൻസ് ഒക്കെ ഫ്രീസ് ആവുന്ന ഒരു പ്രോബ്ലം അവിടെ വരാറുണ്ട്. സോ അത് ഒരു പ്രോബ്ലം ആണ്. അതേപോലെ തന്നെ വേർഡ് പ്രോബ്ലത്തിൽ കൺഫ്യൂഷൻ അല്ലേ. നമ്മളിപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കാണും. ഞാനിപ്പോൾ കടയിൽ പോയിട്ട് 5 പെന്ന് വാങ്ങി, 5 പെന്നും 3 പെൻസിലും വാങ്ങി. ആ 5 പെന്നിനും 3 പെൻസിലിനും കൂടെ ഇത്ര രൂപയായി. പിന്നെ ഒരു 10 പെന്നും 8 പെൻസിലും വാങ്ങി, അതിന് ഇത്ര രൂപയായി എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പെന്നിൻ്റെ റേറ്റും പെൻസിലിൻ്റെ റേറ്റും എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ കാണാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു നിങ്ങൾ അങ്ങനത്തെ വലിയൊരു പാരഗ്രാഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആകെ ഔട്ട് ആവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ വേർഡ് പ്രോബ്ലംസ് വരുമ്പോഴുള്ള പ്രശ്നവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ലോങ് സ്റ്റെപ്സ്, നമ്മളൊരു പ്രോബ്ലം ചെയ്യാനിപ്പം
ഒരു വലിയ പ്രോബ്ലം ആണെന്ന് വിചാരിക്കാം. നമ്മൾ ആ ഒരു പ്രോബ്ലം ചെയ്യാൻ ഒന്നെങ്കിൽ ഒരു ഫുൾ പേജ് വേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ഹാഫ് പേജ് ഒക്കെ ആ ഒരു പ്രോബ്ലത്തിന് വേണ്ടി വരും. അതിൽ തന്നെ ആ സ്റ്റെപ്സ് കറക്റ്റായിട്ട് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു 10 സ്റ്റെപ്സ് ഉള്ള പ്രോബ്ലം ആണെന്ന് വിചാരിക്കാം, അതിലൊരു 4ാമത്തെ സ്റ്റെപ്സിൽ നിങ്ങൾ ഒരു പ്ലസ് ഇടേണ്ട സ്ഥലത്ത് മൈനസ് ഇട്ട് പോയി. അങ്ങനെ ചെയ്താൽ ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ അവിടെ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കുറേ സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇതൊക്കെ, അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എങ്ങനെ ഈ പ്രോബ്ലംസിനെ മാറ്റിയെടുക്കാം എന്നുള്ള സൊല്യൂഷനും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. സോ എങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കോങ്കർ ചെയ്യാം? എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? പ്രാക്ടീസ് ഡെയിലി. നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് 8ലേക്ക് പോകുമ്പോൾ പുതിയതായിട്ട് കുറച്ച് ശീലങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് എന്ത്? പ്രാക്ടീസ് ഡെയിലി. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. മാത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബൈസിക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കുന്ന പോലെയാണ്. നിങ്ങൾ ജസ്റ്റ് ഡെയിലി വായിച്ച് പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ ഇറങ്ങി പ്രാക്ടീസ് ചെയ്ത് ചെയ്യുക തന്നെ വേണം, അല്ലേ? എന്നാലേ മാത്സ് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതേപോലെ തന്നെ എന്താണ്? ഫോക്കസ് ഓൺ വൈ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ a+b² അത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. a² + 2ab + b² എന്ന് പഠിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ചുമ്മാ അങ്ങനെ മെമ്മറൈസ് ചെയ്ത് വെക്കാതെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്? ആ a+b × a+b ചെയ്യുമ്പം ഓരോന്നും a+bയിലെ ഓരോന്നും അടുത്തൊരു a+bയിലെ ഓരോ ആളുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് അവിടെ മെമ്മറിയിൽ അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുക. അതേപോലെ എന്താണ്? ആസ്ക് ഡൗട്ട്സ് ഏർലി. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മൺഡേ ആണ് ഈ ഡൗട്ട് വന്നത്, എന്നിട്ട് നിങ്ങൾ ഫ്രൈഡേ ആണ് നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ് ഉള്ളത്, അന്ന് പോയി ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്താവും? അത് മറന്നു പോകാനും പിന്നെ ഡൗട്ട് ക്ലിയർ ആവാതെ അവിടെ കിടക്കാനും ചാൻസ് ഉണ്ട്. സോ ആ ഡൗട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഡൗട്ട് വരുന്നത് അത് കൃത്യമായിട്ട് ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലേ. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അതേപോലെ തന്നെ AI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാനുള്ള സെറ്റപ്പ് ഇപ്പോൾ നമുക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാം. സോ അത് കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് സ്കൂളിലൊക്കെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ എഴുതി ശീലിക്കാം. ഓക്കെ, അങ്ങനെ സ്കൂളിലൊക്കെ നമുക്ക് ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും ആ സ്റ്റെപ്പിന് നമുക്ക് മാർക്ക് അവിടെ കിട്ടുന്നുണ്ട്. സോ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ക്ലാസ് 8ലേക്ക് വരുമ്പോൾ ഉള്ള ഒരു മാത്സ് പഠിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു മിനി ചലഞ്ച് നിങ്ങൾക്ക് തരികയാണ്. ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. 3x - 5 = 10 എന്ന് പറഞ്ഞൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഇത് സോൾവ് ചെയ്തുകൊണ്ട് എക്സിന് എത്ര വാല്യൂ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഉടനെ തന്നെ താഴെ കമൻറ്റിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറയേണ്ടതുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ലീനിയർ ഇക്വേഷൻ്റെ ലോജിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലോജിക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു പ്രോബ്ലം കൊടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പുതിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മാത്സ് കുറച്ച് ഹാർഡറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി നോർമൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ബ്രെയിൻ ഗ്രോ ചെയ്യുന്നുണ്ട്, അല്ലേ? നിങ്ങൾ പുതിയൊരു ടഫർ കാര്യത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രെയിൻ ഗ്രോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് നോർമലാണ്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഏത് ടോപ്പറിനെ എടുത്താലും അവർക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈ ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കുറച്ചുകൂടി കൂടിയ കോൺസെപ്റ്റ്സ് പഠിക്കുമ്പോൾ അത് ഹാർഡറായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അവരെ എന്താ ചെയ്തിട്ടുണ്ടാവുക? ടോപ്പേഴ്സൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റിന് എന്താക്കി നോക്കാം? ഈസി ആക്കി മാറ്റുന്നുണ്ട്. സോ അവിടെയാണ് ടോപ്പേഴ്സ് ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ടോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ നല്ല കോൺഫിഡൻസോടെ നിങ്ങൾ ആ ചലഞ്ചിനെ ഫേസ് ചെയ്യുക. എന്നിട്ട് ഈസി ആയിട്ട് നിങ്ങൾ ആ സൊല്യൂഷൻസിന് പ്രോബ്ലംസ് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലാസ് 8 എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നിങ്ങൾ 9th-ലേക്കും 10th-ലേക്കൊക്കെ പോകുമ്പോൾ അവിടെ യൂസ് ചെയ്യാൻ അവിടെ കുറേയൊക്കെ അപ്ലിക്കേഷൻ ലെവലിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ക്ലാസ് 8-ൽ കിട്ടുന്നുണ്ട്. അത് നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് വേണം നിങ്ങൾ 9th-ലേക്കും 10th-ലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾ പുതിയൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവിടുത്തെ മാത്സിനെ കുറിച്ച് അറിയാനുള്ള ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മാത്സ് കുറച്ചുകൂടെ കോൺഫിഡൻറ്റോടെ ഫേസ് ചെയ്യാൻ പറ്റും, ഈസി ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള ടിപ്സിനും കാര്യങ്ങൾക്കുമായിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, കോൺഫിഡൻസോടെ മുന്നോട്ട് പോവുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.